ഒരു സ്ഥലത്ത് പാകിസ്ഥാൻ വലിയ വിജയാഘോഷം നടത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദംപൂരിലെത്തിയപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫും അവിടെ കുറേ കരിയിലേക്ക് കൂട്ടിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ടാങ്കറാണ് എന്നൊക്കെ പറഞ്ഞ് ടാങ്കറിൻ്റെ മുകളിൽ ഒരുപാട് മണ്ണും കല്ലുമൊക്കെ വാരിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് അവിടെയുള്ള സൈന്യത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. എല്ലാ പ്രീമിയം പ്രോഡക്ട്സിനും അതിൻ്റെ ചീപ്പ് ഫോട്ടോ കോപ്പി ഉണ്ടായിരിക്കുമെന്ന് പറയുന്നത് പോലെയാണ് ഷഹബാസ് ഷെരീഫിൻ്റെ കാര്യമെന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യം നടത്തിയ ഓപ്പറേഷൻ, അതായത് ഓപ്പറേഷൻ സിന്ദൂർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാ മാധ്യമങ്ങളും പറയുന്നത് ഇന്ത്യ യാതൊരുവിധ പരിക്കുകളും കൂടാതെ പാകിസ്ഥാനെ സുന്ദരമായി തകർത്തു എന്ന് തന്നെയാണ്. പാകിസ്ഥാന്റെ 20% മിലിറ്ററി എഫിഷ്യൻസിയാണ് നമ്മൾ തകർത്ത് തരിപ്പണമാക്കിയതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും പാകിസ്ഥാന്റെ വ്യോമസേനയുടെ ഏകദേശം 50% നമ്മൾ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു. അവിടെ റൂട്ടെല്ലാം നമ്മൾ ക്ലിയർ ആക്കി കഴിഞ്ഞു. അതായത് പാകിസ്ഥാനിൽ നിന്ന് ഇനി ഇന്ത്യയിലേക്ക് ഒരു ഫ്ലൈറ്റ് ഉയർന്ന് പൊങ്ങണമെങ്കിൽ ഇനി മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കും. കാരണം എയർബേസുകളെല്ലാം ഇന്ത്യ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴിതാ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചുള്ള ചർച്ചയിൽ സൈനിക തന്ത്രജ്ഞനും നഗരയുദ്ധ വിദഗ്ധനുമായിട്ടുള്ള അമേരിക്കക്കാരനായിട്ടുള്ള ജോൺ സ്പെൻസർ ഇന്ത്യ നിർണായക വിജയം നേടി എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. 4 ദിവസത്തെ കൃത്യമായ സൈനിക നടപടിക്ക് ശേഷം വസ്തുനിഷ്ഠമായി നിർണായകമായ ഒരു കാര്യം വ്യക്തമാണ്. ഇന്ത്യ ഒരു വലിയ വിജയം കൈവരിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ അതിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുകയും മറികടക്കുകയും ചെയ്തു. തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുക, സൈനിക മേധാവിത്വം പ്രകടിപ്പിക്കുക, പ്രതിരോധം പുനഃസ്ഥാപിക്കുക, ഒരു പുതിയ ദേശീയ സുരക്ഷാ സിദ്ധാന്തം അനാവരണം ചെയ്യുക. ഇതൊരു പ്രതീകാത്മക ശക്തിയായിരുന്നില്ല, ഇത് നിർണായക ശക്തിയായിരുന്നു. വ്യക്തമായി പ്രയോഗിക്കപ്പെട്ടു. സ്പെൻസർ തന്റെ ഏറ്റവും പുതിയ ബ്ലോഗിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നേരത്തെ ഇന്ത്യ കിരാണ ഹിൽസിൽ ആണവ ഇൻസ്റ്റാളേഷൻ, അതായത് ന്യൂക്ലിയർ ഇൻസ്റ്റാളേഷനിൽ ആക്രമണം നടത്തിയോ എന്നുള്ള ചോദ്യത്തിന് പ്രശസ്ത യുദ്ധ വിദഗ്ധനായിട്ടുള്ള ടോം കൂപ്പർ പറയുന്നത് ഇന്ത്യ അത് ചെയ്തു എന്ന് തന്നെയാണ്. മറ്റ് ആണവ ഏജൻസികളെല്ലാം അത് നിരാകരിക്കുന്നു, അവിടെ ചോർച്ചയില്ല എന്ന് പറയുമ്പോഴും ടോം കൂപ്പർ പറയുന്നത് ഇന്ത്യ അടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നും തന്നെ തെറ്റാറില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇത്ര ക്രെഡിബിൾ ആയിട്ടുള്ള യുദ്ധ നിരീക്ഷകൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ ടോം കൂപ്പറിന് പിറകെ ജോൺ സ്പെൻസറും ഇന്ത്യ ഒരു വമ്പൻ വിജയം നേടി എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.